ശ്രീ ഇന്ത്യയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ക്രിസ്തു മാർഗവും ഇന്ത്യയും എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ താല്പര്യപ്പെടുന്നത്. ഏതാണ്ട് 2000-ഓളം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഇന്ത്യൻ ക്രിസ്ത്യൻസിനെ ഇന്ന് പ്രധാനമായും റോമൻ കാത്തലിക്സ്, പ്രൊട്ടസ്റ്റന്റ്, ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്നിങ്ങനെ 3 ഗ്രൂപ്പുകളായി തിരിക്കാം. ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് ഞാൻ പറയുന്നത് വിവിധ മതങ്ങളിൽ നിന്നും അല്ലെ മതവിശ്വാസങ്ങളിൽ നിന്നും ക്രിസ്തു വിശ്വാസം അനുസരിച്ചവരും ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചവരും, എന്നാൽ അവരവരുടെ പേര് മാറിയിട്ടില്ല, റെക്കോർഡിൽ അവർ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, പഴയ ആ സ്ഥിതിയിൽ നിന്നുകൊണ്ട് തന്നെ, എന്നാൽ they believe in Jesus അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടരെയാണ് ഞാൻ ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് ഉദ്ദേശിച്ചത്. ഇന്ന് വടക്കേന്ത്യയിൽ നല്ലൊരു പങ്കും അങ്ങനെയുള്ള ക്രിസ്ത്യൻസാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളെ പോലെ സിറിയൻ ക്രിസ്ത്യൻസ് എന്നോ മാർത്തോമ ക്രിസ്ത്യൻസ് എന്നോ എന്നുള്ള ഒരു പേരൊന്നും അവർ സ്വീകരിച്ചിട്ടില്ല, റെക്കോർഡിൽ അവർ യാതൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ പേർഷ്യൻ പ്രദേശങ്ങളിൽ നിന്നും, അതായത് ഇറാന്, ഇറാഖ്, സിറിയ മുതലായ മിഡിൽ ഈസ്റ്റിൻ്റെ പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവരും അവർ മുഖാന്തരം ക്രിസ്തീയ മാർഗത്തിലേക്ക് വന്നവരുമായിരുന്നു ഇന്ത്യയിലെ ആദിമ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. തുടർന്ന് വിദേശ മിഷണറിമാരുടെ വരവോടെ ശക്തിപ്പെട്ട ക്രിസ്തു സഭ വിദ്യാഭ്യാസം, ആതുരസേവനം തുടങ്ങിയ വിവിധ മേഖലകളിലേക്ക് കടന്ന് ഒരു പ്രകാരത്തിലും ഉയർച്ച പ്രാപിക്കുവാൻ കഴിയാതെ തകർന്നടിഞ്ഞ് കിടന്നിരുന്ന ഇന്ത്യയെയും ഇന്ത്യൻ ജനതയെയും പതിയെ കൈപിടിച്ച് ഉയർത്തുകയായിരുന്നു. 5000 വർഷത്തെ ആർഷഭാരത സംസ്കാരവും ഗുരുകുല പഠന സമ്പ്രദായവും, അതായത് നളന്ദ, തക്ഷശില, വിക്രമാദിത്യ തുടങ്ങിയ കോളേജുകൾ അല്ലെ സ്കൂളുകൾ, പിന്നെ ആയുർവേദത്തിൻ്റെ ഉടമസ്ഥത, ആയുർവേദം ഇന്ത്യയിലാണ് കണ്ടുപിടിക്കപ്പെട്ടത് എന്ന് പറയുന്നു. അതിലൊക്കെ ഉപരി പുഷ്പവിമാനം നിർമ്മിച്ച ഹൈടെക് ടെക്നോളജി, ഇന്നേക്ക് ഒരു 100-125 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ റൈറ്റ് സഹോദരന്മാർ ഈ ടെക്നോളജി വിമാനം കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ പുഷ്പക വിമാനം നിർമ്മിച്ചു എന്ന് പറയുന്നു. അപ്പം ഇങ്ങനെയൊക്കെ അനേക അവകാശങ്ങൾ ഉന്നയിക്കുന്ന ഭാരതം പലവിധ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അന്യ ആരാധനകളുടെയും വർണ്ണ വിവേചനത്തിൻ്റെയും വിളനിലമായിരുന്നു. പരസ്പരം അടിച്ചും ആക്രമിച്ചും കൊന്നും കൊലവിളി നടത്തിയും ആശ്രിതരെ അടിമകളാക്കിയും അങ്ങനെ സുഖലോലുപരായി വാണരുളിയിരുന്ന ഇന്ത്യയിലെ രാജാക്കന്മാർ നാടിനെ നന്നാക്കുന്നതിന് പകരം പാവപ്പെട്ടവനെ പിഴിഞ്ഞ കാശുകൊണ്ട് കോട്ടകളും കൊത്തളങ്ങളും പണിതും കിടങ്ങുകൾ കുഴിച്ചും നാടിനെ മുടിച്ച് മുണ്ടക്കോലാക്കി. മറുവശത്ത് വേദാന്തികൾ എന്നവകാശപ്പെടുമ്പോൾ തന്നെ ഞാൻ ഋഷിമാരുടെ കാര്യമാണ് പറയുന്നത്. ചേരി തിരിഞ്ഞ് നിന്ന് തമ്മിൽ തല്ലിയും കാലുവാരിയും പൊതുജനത്തിന് ഒരു പ്രയോജനവും ചെയ്യാതെ സംസ്കൃത ശ്ലോകം ചൊല്ലി നെടുക നടന്നിരുന്ന ഋഷിവരന്മാർ, അങ്ങനെ എല്ലാ രീതിയിലും തകർന്നടിഞ്ഞ് തികച്ചും ഗതികേടിൽ ജീവിച്ചിരുന്ന ഒരു ചുറ്റുപാടിൽ നിന്നുമായിരുന്നു ദൈവസ്നേഹത്തിൽ ആകർഷിക്കപ്പെട്ട ആളുകൾ മനം തിരിഞ്ഞ് സുവിശേഷത്തിൻ്റെ സത്യത്തിലേക്ക് തിരിയുവാൻ തുടങ്ങിയത്. പെട്ടെന്നാണ് ഇന്ത്യയിൽ ഹിന്ദു ഉണർന്നത്. RSS,
ജനസംഘ്, BJP, വിശ്വ ഹിന്ദു പരിഷത്ത്, ബജ്രംഗ് ദൾ, അങ്ങനെ അങ്ങോട്ട് ഒന്നിനു പുറകെ ഒന്നായി അനവധി സംഘടനകൾ. ഈ സംഘടനകളെല്ലാം ഹിന്ദുവിനെ സംരക്ഷിക്കുവാനും ഇന്ത്യയെ വളർത്തുവാനും ഒക്കെ ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒടുവിൽ അവരുടെ മുമ്പിൽ ക്രിസ്ത്യാനികൾ വിദേശീയരും അൺടച്ചബിളുമായി. ചതുർവർണം വീണ്ടും തലപൊക്കി, ദളിതന്റെ വഴി മുടക്കി, അവന്റെ വെള്ളം മുടക്കി, അവന്റെ വായ മുടക്കി. ഗോമാതാവ് ഭാരത് മാതാവായി. ആയുർവേദവും അലോപ്പതിക്കുമൊക്കെ പകരം ചാണകവും ഗോമൂത്രവും ഇന്ത്യൻ മെഡിക്കൽ മേഖലയിൽ സ്ഥാനം പിടിച്ചു. ഇന്ത്യ എങ്ങും ഹൈന്ദവ ഉണർവ് കത്തിപ്പടർന്നതോടുകൂടി ഇലക്ഷൻ കമ്മീഷണർ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്തവനായി സകല നിയമങ്ങൾക്കും വാഴ്ചകൾക്കും അധീതനായി ഉയർന്നു. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും രായ്ക്ക് രാമാനം ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ പേരുകൾ അത്ഭുതകരമായി അപ്രത്യക്ഷമായി. പകരം 10 മടങ്ങ് പേരുകൾ ഇലക്ഷൻ കമ്മീഷൻ എഴുതി ചേർത്തു. ആരുമറിയാതെ EVMകൾ BJPക്ക് അനുകൂലമായി, അതായത് എവിടെ കുത്തിയാലും താമര. ഇലക്ഷൻ ബൂത്തുകൾ മതപോരാളികൾ കൈയടക്കി. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയിൽ ഹിന്ദു ഉണർന്നപ്പോൾ സത്യത്തിൻ്റെ ചിറകൊടിഞ്ഞു, നീതിക്ക് വില ഇല്ലാതായി മാറി. പക്ഷേ ചകിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി കാര്യങ്ങൾ. സംഘപരിവാറിൻ്റെ അനീതിയും ആക്രമണങ്ങളും കൂടി വന്നപ്പോൾ ഒന്നും ചെയ്യാതെ തന്നെ ക്രിസ്തുമാർഗം കൂടുതൽ ശക്തി ആർജിക്കുവാൻ തുടങ്ങി. സാവധാനം പടരുന്ന തീ പോലെ നരഭോജികളെ നരസ്നേഹികളാക്കുന്ന സുവിശേഷത്തിൻ്റെ അഗ്നിയിൽ ആദ്യം തെക്കേ ഇന്ത്യ പതിയെ കത്തുവാൻ തുടങ്ങി. ലക്ഷങ്ങൾ അംഗങ്ങളായുള്ള മെഗാ ചർച്ചുകൾ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും പൊങ്ങി വന്നു. ചെന്നൈ, വിശാഖപട്ടണം, ബാംഗ്ലൂർ മുതലായ സൗത്ത് ഇന്ത്യൻ സിറ്റികൾ ക്രൈസ്തവ വിശ്വാസികളെ കൊണ്ടും ദൈവസഭകളെ കൊണ്ടും നിറയുവാൻ തുടങ്ങി. വടക്കേ ഇന്ത്യയിൽ പഞ്ചാബ് പകുതിയും പരസ്യമായി ക്രിസ്തുവിലായെങ്കിൽ യോഗിയുടെ ഉത്തർപ്രദേശും നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ഡൽഹിയും ക്രിപ്റ്റോ ക്രിസ്ത്യൻസിനെ കൊണ്ട് നിറഞ്ഞു. ഡൽഹിയിലൊക്കെ ഇന്ന് 10,000 കൂടി വരുന്ന സഭകളാണുള്ളത്. നിങ്ങൾക്ക് അറിയാമല്ലോ, യൂട്യൂബിലൊക്കെ കാണാറുണ്ടല്ലോ. അത് കുറഞ്ഞു വരികയില്ല, നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് പാരമ്പര്യ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ് ഇന്ത്യയിലുള്ളത്. അതുപോലെ തന്നെ ക്രിസ്തു മതാനുഭാവികളും എന്ന് പറഞ്ഞാൽ they support the Christians cause, they support the Christians. ഒരു കാലത്ത് കൂടുതലും ദളിതരും അശരണരും ഒക്കെയാണ് ക്രിസ്തുമാർഗത്തിലേക്ക് ആകർഷിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് അതിൻ്റെ ആ സ്ഥിതി ഇന്നും മാറി. അങ്ങനെയല്ല. ഹൈക്ലാസ് ബ്രാഹ്മണർ മുതൽ IAS ഓഫീസർമാർ വരെ, ഭരണകർത്താക്കൾ തുടങ്ങി ഭരണതന്ത്രജ്ഞന്മാർ വരെ, പെട്ടിക്കടക്കാർ മുതൽ വലിയ കമ്പനി ഉടമസ്ഥന്മാർ വരെ ഞായറാഴ്ചകളിൽ ക്രിസ്തീയ ആരാധന തേടി ഓടുന്ന കാഴ്ച വടക്കേ ഇന്ത്യയിൽ എവിടെയും കാണാം.
ഇന്ത്യയിൽ ഇന്ന് ക്രിസ്തീയ സഭകൾക്ക് അമേരിക്കൻ ഡോളറിൻ്റെ ആവശ്യമില്ല. നമ്മുടെ അതേ ഇന്ത്യയിലെ അമേരിക്കൻ ഡോളർ അല്ലെങ്കിൽ വിദേശത്തു നിന്നും പണം സ്വീകരിക്കുവാൻ നിയമപ്രകാരം ആവശ്യമായിരുന്ന FCRA അത് പല ഓർഗനൈസേഷൻ്റെയും ചർച്ചകളുടെയും ഒക്കെ ഇന്ത്യ ഗവൺമെൻറ് ക്യാൻസൽ ചെയ്തു. ഈ FCRA ക്യാൻസൽ ചെയ്താൽ ഇന്ത്യയിൽ ക്രിസ്തുമാർഗം കെട്ടടങ്ങും, സഭകൾ ഇല്ലാതാകും എന്നൊക്കെയുള്ള കാൽക്കുലേഷനിലാണ് അത് ചെയ്തത്. FCRA എന്ന് പറഞ്ഞാൽ ഫോറിൻ കറൻസി റെഗുലേഷൻ ആക്ട്. അതോടുകൂടി ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്ന പണമൊക്കെ നിന്നു. എന്നാൽ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയിൽ കേൾവികെട്ട അമ്പലങ്ങളുടെ ഖജനാവ് കോടികൾ വന്നു വീണിരുന്നത് അടുത്തിടെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അതൊക്കെ പതുക്കെ പതുക്കെ കാലിയായിക്കൊണ്ടിരിക്കുക. സുവിശേഷത്തിലെ വ്യാപ്തിക്കായി ഇന്ത്യയിൽ നിന്ന് പണമൊഴുകുന്നു. ഞാൻ പറഞ്ഞത്, സുവിശേഷത്തിന് ആവശ്യമായ പണം ഇന്ത്യയിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ഡോളറിൻ്റെ ആവശ്യം ഇനിയും വലുതായില്ല. ഏത് രാജ്യമായാലും അതായത് മതം തലയ്ക്ക് പിടിച്ചാൽ തകർന്നു പോയത് തന്നെ കേസ്. പണ്ടത്തെ പെർഷ്യ ഇന്നത്തെ ഇറാൻ ഈ സ്ഥിതിയിലായത് എന്ന് ഞാൻ പറയുന്നത്, ഇന്ന് ഇറാനിൽ ഒരു ബ്രെഡിന് 1000 രൂപ കൊടുത്താൽ പോലും കിട്ടത്തില്ല. ഒരു ബ്രെഡിന് ഓയിൽ ഇല്ലാഞ്ഞത് കൊണ്ടല്ല, പണം ഇല്ലാഞ്ഞത് കൊണ്ടല്ല, പാരമ്പര്യം ഇല്ലാഞ്ഞത് കൊണ്ടല്ല, ലോകത്തിൽ വളരെ ഉയർന്ന രീതിയിൽ ജീവിച്ചിരുന്ന ഒരു ജനതതി പെർഷ്യക്കാർ ഈ തരത്തിൽ തരം താണു പോയത് മതം തലയ്ക്ക് പിടിച്ചത് കൊണ്ട്. അൽ-മഹദിക്ക് വഴിയൊരുക്കി, അതായത് അവരുടെ അവസാനത്തെ പ്രവാചകൻ വന്ന് ലോകം മുഴുവൻ ഒരു ഇസ്ലാം രാജ്യമാക്കി, സ്റ്റേറ്റാക്കി മാറ്റുവാൻ പോകുന്നു. അതിന് ആയത്തുള്ളയും മറ്റും ചേർന്ന് ഇറാൻകാർ പ്രത്യേകമായി മുമ്പിൽ നിന്ന് വഴിയൊരുക്കിയായിരുന്നു. അൽ-മഹദിക്ക് വഴി ഒരുക്കി ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ കൊണ്ടുവരുവാനുള്ള മതഭ്രാന്തായിരുന്നു ഇറാൻ്റെ വീഴ്ചയ്ക്കും അധപ്പതനത്തിനും കാരണം. പോകട്ടെ, അക്കാര്യം വിടുന്നു. ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ തങ്ങളുടെ സേവന രംഗങ്ങളിൽ നിന്ന് പിന്മാറിയാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവർ നടത്തുന്ന ഹോസ്പിറ്റലുകളും മറ്റ് ഓർഗനൈസേഷൻസും ഒക്കെ ഇന്ത്യയിൽ നിന്ന് ഇറ്റ് ഈസ് ഇനഫ് എന്ന് പറഞ്ഞ് പിന്മാറിയാൽ, അമേരിക്കയിൽ നിന്നും യഹൂദൻ പിന്മാറിയാൽ ഉണ്ടാകുന്ന അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. ഈ അമേരിക്കയുടെ നട്ടലെന്ന് പറയുന്നത് യഹൂദനാണ്. അവരുടെ ആശുപത്രികളിൽ മുന്തിയ പങ്കും യഹൂദൻ്റേതാണ്. അവരുടെ ബാങ്കുകളിൽ മുന്തിയ പങ്കും യഹൂദൻ്റേതാണ്. യഹൂദൻ ഇല്ലെങ്കിൽ അമേരിക്കയില്ല. ഞാൻ തീർത്ത് പറയുന്നു, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ പിന്മാറിയാൽ, വഴക്കുണ്ടാക്കിയിട്ടല്ല, നോ പ്രോബ്ലം, നോ ഇഷ്യൂസ്, വി വിഡ്രോ എന്നവർ പറയുവാനിടയായാൽ ഇന്ത്യ 500 കൊല്ലം പുറകിലേക്ക് പോകേണ്ടി വരും. വേൾഡ് വിഷൻ, കമ്പാഷൻ ഫോർ ഇന്ത്യ, FE-COR തുടങ്ങി അനേക ഏജൻസികൾ കഴിഞ്ഞ അനേക വർഷങ്ങളായി ഇന്ത്യയിൽ പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. ആയിരക്കണക്കിന് സ്കൂളിൽ പോകുവാൻ നിർവാഹമില്ലാത്ത കുട്ടികളെ സ്കൂളിൽ അയച്ചവർക്ക് വിദ്യാഭ്യാസം നൽകി. കയറിക്കിടക്കുവാൻ ഇടമില്ലാത്തവർക്ക് തലയൊളിക്കുവാൻ പാർപ്പിട സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തു. വിധവമാർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തു. അങ്ങനെ അങ്ങോട്ട് വർഷം തോറും ശതകോടികളുടെ സഹായമാണ് ഈ ഏജൻസികൾ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി
മതപരിവർത്തനം എന്ന പേരിൽ അവ ഓരോന്നോരോന്നായി, അല്ലെങ്കിൽ അവയ്ക്ക് ഓരോന്നോരോന്നിനായി വിലക്കേർപ്പെടുത്തി. ഒടുവിൽ ലക്ഷക്കണക്കിന് പാവങ്ങളുടെ കഞ്ഞിയിൽ പാറ്റായിട്ടു. മലയാളത്തിലൊരു പറച്ചിലിങ്ങനെ പറയും, പട്ടി പുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല. ഒരുപക്ഷെ എൻ്റെ പ്രിയ കേൾവിക്കാർ കേൾക്കാത്ത ഒരു വലിയ അജണ്ട ഈ ചെയ്വനകൾക്ക് പിൻപിലുണ്ട് എന്ന് ഞാൻ പറയട്ടെ. അത് മറ്റൊന്നുമല്ല, ഇന്ത്യയിലെ ദളിതർക്ക് വിദ്യാഭ്യാസം ലഭിക്കരുത്, അവർ യാതൊരു കാരണവശാലും ഉയരരുത് എന്നും എല്ലായ്പ്പോഴും അവർ പഴയതുപോലെ ഉയർന്ന ജാതിക്കാരുടെ അടിമകളായി, ആശ്രിതരായി അവരുടെ വീടുകളിൽ പണിയെടുക്കണം, അവരുടെ ഖണ്ഡങ്ങളിൽ പണിയെടുക്കണം, അവരുടെ കുഞ്ഞുങ്ങൾ വേലക്കാരായിരിക്കണം. ഈ ലക്ഷ്യത്തിൽ UP ഗവൺമെൻറ് കഴിഞ്ഞ ഒരു വർഷം മാത്രം 100 കണക്കിന് സർക്കാർ സ്കൂളുകളാണ് വിവിധ ഗ്രാമങ്ങളിൽ പല കാരണങ്ങളെ പറഞ്ഞ് നിർത്തൽ ചെയ്തത്. BJPയുടെയും സംഘപരിവാറിൻ്റെയും പുരോഗമന പാതയിൽ അങ്ങനെ ചെയ്തുകൊണ്ട് അവർ ഒരു പുതിയ നാഴികക്കല്ല് കൂടി സ്ഥാപിച്ചു. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞാലും ഒരു കാര്യം പറയാതെ ഇരിക്കുവാൻ കഴിയുകയില്ല. BJP ഗവൺമെൻറ് ദൈവത്തിൻ്റെ പ്രത്യേക ജനമായ ഇസ്രായേലിനെ അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നെഞ്ചും നെറ്റിയും കാണിച്ച് സപ്പോർട്ട് ചെയ്തു. അതൊരു വലിയ കാര്യമാണ്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ നേരെ മറിച്ചായിരുന്നു കഥ. ഒരിക്കലും അവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയില്ലായിരുന്നു. ഞാൻ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ റെപ്രസെൻ്റ് ചെയ്തല്ല സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായവും ഞാൻ മനസ്സിലാക്കിയ കാര്യവുമാണ് പറയുന്നത്. പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികൾക്ക് ഒത്തിരി ഉണ്ടായിരിക്കാം, യെരുശലേമിനെ എതിർക്കുന്നവരുണ്ടായിരിക്കാം. അതുകൊണ്ട് ഐ ആം നോട്ട് എ representative of the Christians in India. Don't think that way. We love the Palestinians. We love the Palestinian cause. At the same time, we support the Jewish people and the Jewish state because the Bible says so. വേദപുസ്തകം അങ്ങനെ പറയുന്നത് കൊണ്ട്, നിഷ്കർഷിക്കുന്നത് കൊണ്ട് അത് ചെയ്യാതിരിക്കുവാൻ പറ്റില്ല. ഇങ്ങനെയാണ് വേദപുസ്തകത്തിൽ വായിക്കുന്നത് 137-ാം സങ്കീർത്തനത്തിൽ, യെരുശലേമേ, ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരുശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ, എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. ജാതീയ രാജാവായിരുന്ന കോരശിനെ താൻ ജനിക്കുന്നതിന് 150-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് തകർന്നു കിടന്നിരുന്ന യെരുശലേം ദേവാലയത്തിൻ്റെ പണി, അത് യെരുശലേം ദേവാലയം പണിയുവാനായി ദൈവം തിരഞ്ഞെടുത്തതുപോലെ ഒരു പക്ഷേ ഈ അവസാന നാളുകളിൽ ഇന്ത്യയിൽ കോൺഗ്രസിനെ തള്ളി തൻ്റെ ജനമായ ഇസ്രായേലിനു വേണ്ടി ദൈവം ശ്രീ നരേന്ദ്രമോദിയെ തിരഞ്ഞെടുത്തത് ആയിരിക്കാം. അങ്ങനെ ആക്കിയതാകാം. മനുഷ്യൻ്റെ ഉദ്ദേശങ്ങളല്ലല്ലോ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ, മനുഷ്യൻ്റെ പ്ലാനുകളല്ലല്ലോ ദൈവിക പ്ലാൻ. ദൈവിക പദ്ധതികൾ എങ്ങനെയാണ് പോകുന്നത് ആർക്കറിയാം? I don't know. ഒരു കാര്യം, അപ്പോൾ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാക്കി ഞാൻ പറയട്ടെ. ഫറവോ ആയാലും, ഫറവോ രാജാവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ബാബിലോണിയ രാജാവായിരുന്ന നെബൂഖദ്നേസർ ആയാലും, അതിനുശേഷം വന്ന ദാരിയവൈസ് ആയാലും, നരേന്ദ്രമോദി ആയാലും, മാനസാന്തരപ്പെടുവാൻ ദൈവം എല്ലാവർക്കും ഒരവസരം കൊടുക്കും. എ ഗ്രേസ് പീരീഡ് to repent and come back to the true Lord.
അത് ദൈവനീതി. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരങ്ങളിൽ വീഴുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ ചെങ്കടലിൽ മുങ്ങി താഴുന്നതിന് മുമ്പേ ഫറവോയും സൈന്യവും ചെങ്കടലിൽ മുങ്ങിപ്പോയി. നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. ദാര്യാവേശ് അല്ലെങ്കിൽ അതിനുശേഷം വന്ന രാജാവ് നെബൂഖദ്നേസർ രാജാവ് പശുവിനെ പോലെ 7 വർഷം പുല്ല് തിന്നതുപോലെ ദാര്യാവേശിൻ്റെ ഏപ്പ് ആടി താഴെ വീഴുന്നതിന് മുമ്പേ ഇന്ത്യക്കും ഒരവസരമുണ്ട്. എന്ന് പറഞ്ഞാൽ ന്യായവിധിയുടെ കരങ്ങളിൽ വീഴുന്നതിന് മുമ്പേ മടങ്ങി വരുവാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. ആ ഗ്രേസ് പീരീഡിൻ്റെ 11ാമത്തെ മണിക്കൂറാണിത്. ദ 11th hour. അനുസരിച്ച് മടങ്ങി വന്നാൽ, ദൈവത്തെ അനുസരിച്ചാൽ നന്നായിരിക്കും. എന്തായാലും നിങ്ങളെ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത് കൊണ്ട് ബിജെപിക്കാരെ, ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വി പ്രേ ഫോർ the nation, we pray for the government, we pray for the prime minister, president, the ministers. That is our duty. That is what the Bible teaches us. ശ്രീ മോദിജിയെ ഞങ്ങൾ താങ്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. സാമ്പ്രാണിയുടെ പുകയല്ല ഇന്ത്യയിലെ പാവപ്പെട്ട ക്രിസ്ത്യാനികളായ ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് നിങ്ങളെ ഇന്നും നിർത്തിയിരിക്കുന്നത് എന്നുള്ള സത്യം യാതൊരു കാരണവശാലും ഒരിക്കലും മറന്നു പോകരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ.